നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ജനുവരി മുതൽ ഡിസംബർ വരെ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെ അപഗ്രഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത്. കർക്കിടകക്കൂറിലെ നക്ഷത്രമായ പൂയത്തിന്റെ അധിപൻ ശനിയാണ്. 2026 ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് കർക്കിടകക്കൂറിൽ വരുന്ന പൂയം നക്ഷത്രക്കാർക്ക് വളരെ നിർണായകമായ ഒരു വർഷമാണ് കാത്തിരിക്കുന്നത്. ശനിയുടെ 9ാം ഭാവത്തിലെ സ്ഥിതിയും വർഷമധ്യത്തിൽ സംഭവിക്കുന്ന വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പൂയം നക്ഷത്രക്കാർക്ക് നിലവിൽ വ്യാഴം 12ാം ഭാവത്തിലും കേതു ധനസ്ഥാനത്തും രാഹു അഷ്ടമത്തിലും ശനി ഭാഗ്യസ്ഥാനത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ വ്യാഴം 12, 1, 2 എന്നീ ഭാവങ്ങളിലൂടെ 2026 സഞ്ചരിക്കുന്നു. പുതുവർഷം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ സൗഭാഗ്യങ്ങൾ നേടാൻ പര്യാപ്തമായിരിക്കും. പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ശനിയുടെ നക്ഷത്രമായ പൂയം നക്ഷത്രക്കാർ ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ്. വിദേശത്തേക്ക് പോകുന്നതിനും അവിടെ ജോലിയിൽ യാതൊരുവിധ തൃപ്തിയില്ലാത്ത സ്ഥിതിയും ജോലി സംബന്ധമായി പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഇവർക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും. കൂടാതെ ഇവർക്ക് പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന ഒരവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇത്തരം രോഗങ്ങൾക്കായി ഒരുപാട് ധനവും ഇവർ ചെലവഴിച്ചിട്ടുണ്ടാകും. ഇവർ ജോലി സംബന്ധമായോ ജോലി അന്വേഷിച്ചോ സ്വന്തം വീടും വീട്ടുകാരെയും വിട്ട് ദൂരെ പോയി മാറി താമസിക്കേണ്ടതായ സ്ഥിതി വിശേഷവും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാകണം. പുതുവർഷത്തിൽ ഇവർക്ക് ഉദ്യോഗസ്ഥ സംബന്ധമായി ജോലിയിൽ ഉന്നത സ്ഥാനപദവി ലഭിക്കുന്നതിനും ശമ്പളത്തിൽ വർധനവുണ്ടാകുന്നതിനും താൻ ആഗ്രഹിച്ച പോലെ ജോലിയിൽ നേരിട്ടിരുന്ന മാനസികമായ പല വിഷമതകൾക്കും ചില കേസ് തർക്കങ്ങൾക്കുമെല്ലാം ഒരു പരിഹാരം കൈവരുന്നതുമാണ്. PSC എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ മികച്ച സർക്കാർ ജോലി ലഭിക്കും. ജോലി മാറ്റത്തിനായി ശ്രമിക്കുന്നവർക്ക് താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അതല്ലെങ്കിൽ തന്റെ വീടിനടുത്തുള്ള സ്ഥാപനത്തിലേക്ക് ജോലി മാറ്റം കിട്ടുന്നതിനും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഇടയാകും. അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് വരാനിരിക്കുന്നത്. അവർ സ്വന്തമായി വർക്കുകൾ ഏറ്റെടുക്കുന്നതിനും അത്തരം പ്രവർത്തികൾ നിമിത്തം ഏറെ ധനലാഭം നേടുന്നതിനും ഇടയാകുന്നതാണ്. ഇവർ ജീവിത ചിലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആർഭാടങ്ങൾ കുറയ്ക്കുകയും നിത്യചെലവിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ്. പണം പലിശയ്ക്ക് കൊടുക്കുന്നതോ വലിയ തുകകൾ അപരിചിതരായ ആളുകൾക്ക് ജാമ്യം നിൽക്കുന്നതോ ഈ വർഷം നിർബന്ധമായും ഒഴിവാക്കുക. പൂയം നക്ഷത്രം കർക്കിടകക്കൂറിൽ വരുന്നതിനാൽ ചന്ദ്രന്റെ സ്വാധീനം കൂടുതലാണ്. ജൂണിന് ശേഷം വ്യാഴം ജന്മരാശിയിൽ വരുന്നത് മാതാവിന്റെ ആരോഗ്യപരമായ പുരോഗതി നൽകും. എങ്കിലും 8ലെ രാഹുവിന്റെ സ്ഥിതി മൂലം മാതാവിന് ചെറിയ തോതിലുള്ള മാനസിക ഉത്കണ്ഠകളോ ശാരീരിക അസ്വസ്ഥതകളോ വരാം. എന്നിരുന്നാലും മാതാവുമായുള്ള ബന്ധം ഊഷ്മളമായി തുടരും. 9ാം ഭാവത്തിലെ ശനി പിതാവുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുവരും. പിതാവിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ഈ വർഷം ആവശ്യമാണ്. പിതൃസ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ 2026 വർഷത്തിൽ തീരുമാനമുണ്ടാകും. ജൂൺ മാസത്തിനു ശേഷം വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ നിന്ന് 5ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നു. ഇത് സന്താന ഭാഗ്യത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. ജൂൺ മാസത്തിനു ശേഷം കുട്ടികളുടെ പഠനത്തിലോ കരിയറിലോ വലിയ പുരോഗതി ഉണ്ടാകും. അവർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കും. കുട്ടികളുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വർഷം പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ ഗുണകരമാണ്. ജൂൺ വരെ വ്യാഴം 12-ൽ നിൽക്കുന്നത് വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ്.
ജൂണിന് ശേഷം ജന്മരാശിയിൽ ഉച്ചസ്ഥനാകുന്ന വ്യാഴം ബുദ്ധിശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കും. ഗവേഷകർക്കും ഉന്നത പഠനം നടത്തുന്നവർക്കും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും വിജയിക്കാനും ഇടയാകുന്നതാണ്. ശനി 9ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശത്രുക്കൾക്ക് നിങ്ങളെ നേരിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കില്ല. എങ്കിലും 8ാം ഭാവത്തിലെ രാഹു ഗൂഢശത്രുക്കളെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ വിജയങ്ങളിൽ അസൂയപ്പെടുന്നവർ പിന്നിൽ നിന്ന് ചതിക്കാൻ ശ്രമിച്ചേക്കാം. ജോലി സ്ഥലത്തോ സാമൂഹിക രംഗത്തോ രഹസ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. വിവേകത്തോടെയുള്ള പെരുമാറ്റം ശത്രുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കും. ബിസിനസ്സിൽ വലിയ കുതിച്ചുചാട്ടത്തിന് സാധ്യതയുള്ള വർഷമാണ് 2026. ജൂണിന് ശേഷം വ്യാഴത്തിന്റെ 7ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ കൊണ്ടുവരും. വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ലാഭം ഉറപ്പായും പ്രതീക്ഷിക്കാം. എങ്കിലും 8ൽ രാഹു നിൽക്കുന്നതിനാൽ വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിയമപരമായ വശങ്ങൾ കൃത്യമായി പരിശോധിക്കണം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവികളും അംഗീകാരങ്ങളും തേടിയെത്തും. നിങ്ങളുടെ വാക്കുകൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ലഭിക്കും. നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയരാൻ അവസരം ലഭിക്കുമെങ്കിലും അനാവശ്യ വിവാദങ്ങളിൽ ചെന്നു ചാടാതെ നോക്കണം. ജനസേവനത്തിനായി കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നിങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കും. ഭാഗ്യശനി നിൽക്കുന്ന വർഷമായതിനാൽ ഭാഗ്യ പരീക്ഷണങ്ങളെക്കാൾ കഠിനാധ്വാനത്തിലൂടെ ലഭിക്കുന്ന ഭാഗ്യത്തിനാണ് ഈ വർഷം മുൻതൂക്കം. വിവാഹം അന്വേഷിക്കുന്ന പൂയം നക്ഷത്രക്കാർക്ക് 2026 2ാം പകുതി അതിശ്രേഷ്ഠമാണ്. വ്യാഴത്തിന്റെ 7ാം ഭാവത്തിലേക്കുള്ള നോട്ടം മൂലം അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ ഉറപ്പിക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് കടക്കാൻ സാധിക്കുന്ന സമയമാണിത്. 2026 സാമ്പത്തികമായി നില മെച്ചപ്പെടും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് ധനം വരാൻ സാധ്യതയുണ്ട്. 2ാം ഭാവത്തിലെ കേതു പണം സൂക്ഷിക്കുന്നതിൽ ചില തടസ്സങ്ങളോ അതല്ലെങ്കിൽ ചിലവുകളോ കുടുംബ ആവശ്യങ്ങൾക്കായി വലിയ തുക ചെലവഴിക്കേണ്ടതായോ വരും. എങ്കിലും വർഷാവസാനം ഒരു നിശ്ചിത തുക സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് 8ാം ഭാവത്തിലെ രാഹുവും 2ാം ഭാവത്തിലെ കേതുവും അപ്രതീക്ഷിതമായ ചിലവുകൾക്ക് കാരണമായേക്കാം. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ബില്ലുകളോ വീട് സംബന്ധമായ അറ്റകുറ്റപ്പണികളോ ചിലപ്പോൾ കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റിച്ചേക്കാം. തന്റെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരികയും തന്റെ നിലവിലെ ജീവിതശൈലി മാറ്റുന്നതിന് ഇടയാകുകയും ചെയ്യും. ഇവരുടെ ദുശീലങ്ങളെല്ലാം നീക്കി പുതിയ ആരോഗ്യപരമായ ജീവിതം പുനരാരംഭിക്കുന്നതിന് വളരെ അനുകൂലവും സാധ്യതയുമുള്ള ഒരു സമയമാണിത്. കുടുംബത്തിൽ ചില വഴക്കുകളും അസ്വാരസ്യങ്ങളും ഉണ്ടാകാമെങ്കിലും ഭാര്യയോട് പൊതുവെ ഇവർ സ്നേഹം പ്രകടിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യും. ഈ നക്ഷത്രക്കാർ തങ്ങളുടെ ഭാര്യമാരെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേർക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കുന്നതിനായുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നതാണ്. അവർക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നതിൽ ഇവർ ഒരു മടിയും കാട്ടുന്നതല്ല. കൂടാതെ ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളെ കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്ത്രീകൾ നിമിത്തം ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ തന്റെ ഭാര്യയ്ക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും അവരുടെ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സാമ്പത്തികമായി ഉണ്ടായിരുന്ന പരാധീനതകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും. മക്കളുടെ വിവാഹാദി കർമ്മങ്ങൾക്ക് വേണ്ടിയോ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുന്ന ഒരു സമയമാണിത്. എന്നിരുന്നാലും സാമ്പത്തിക ഞെരുക്കം ഒരുപാട് അനുഭവിക്കേണ്ടതായി വരികയില്ല. ഇവർ പല സംഘടനകളുടെയും മറ്റും ചുമതലകൾ ഏൽക്കുമെങ്കിലും സാമ്പത്തികമായുള്ള ചുമതലകൾ ഏൽക്കാതിരിക്കുന്നതാണ് വരുന്ന വർഷത്തിൽ ഏറ്റവും അഭികാമ്യം. 2026 ചിട്ടയായ സമ്പാദ്യത്തിലൂടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും. പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കളിൽ നിന്ന് ഗുണമുണ്ടാകും. 2ാം ഭാവാധിപൻ 12ൽ നിൽക്കുന്നതിനാൽ ആരിൽ നിന്നും തനിക്ക് വേണ്ടത്ര പ്രോത്സാഹനമൊന്നും ഈ സമയത്ത് ലഭിക്കില്ല. എത്ര പ്രയാസമുള്ള ജോലി ചെയ്ത് പൂർത്തിയാക്കിയാലും ആരും തന്നെ അഭിനന്ദിക്കുന്നതിനോ തന്നെ പരിഗണിക്കുന്നതിനോ ഇടയാകുന്നതല്ല. ഒരുപാട് കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ്. 2ാം ഭാവത്തിലെ കേതു സംസാരത്തിൽ കടുപ്പം വരാൻ കാരണമാകും.
ഇത് കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാക്കിയേക്കാം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഇത്തരം ദോഷങ്ങൾ മാറാൻ ഗുണകരമാണ്. വിദേശത്ത് പോകുന്നതിനായി ചില കോഴ്സുകളെല്ലാം പഠിച്ചുകൊണ്ടിരുന്നവർ ആ കോഴ്സിൽ മികച്ച രീതിയിൽ വിജയം കരസ്ഥമാക്കുകയും തന്റെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള യാത്രാ തടസ്സങ്ങളും മറ്റും മാറിക്കിട്ടുന്നതിന് വരും വർഷത്തിൽ ഇടയാകുകയും ചെയ്യുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നതിനും പ്രൊമോഷൻ ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും. അത്തരത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ തന്റെ നാട്ടിൽ സ്വന്തമായി ഒരു വീട് പണിയുന്നതിനോ അതല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം വീട്ടി തീർത്ത് സമാധാനപരമായി ജീവിതം തുടങ്ങുന്നതിനുമെല്ലാം ഇടയാകുന്ന ഒരു വർഷമാണ് വരാനിരിക്കുന്നത്. ഇവർക്ക് വീട് പണിയുന്നതിനായി വളരെ അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത്. ഒരുപാട് കാലമായി ആഗ്രഹിച്ച തന്റെ സ്വപ്ന സൗധം പണിയുന്നതിനും ഇത് നിമിത്തം വളരെ ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും വർദ്ധിക്കുന്നതിനും ഇടയാകുന്നതാണ്. വീട് പണിയാനായി ആഗ്രഹിച്ച എന്നാൽ ലോണിന് ചില തടസ്സങ്ങളൊക്കെ വന്നിരുന്നവരാണെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ലോണുകൾ പാസാക്കി എടുക്കുന്നതിനും തന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനും സാധിക്കുന്നതാണ്. ഇവർ ഇത്രയും കാലം അനുഭവിച്ചു വന്നിരുന്ന ശത്രുദോഷം തീർക്കുന്നതിനായി ജ്യോതിഷപരമായും താന്ത്രികപരമായും ചില പ്രതിക്രിയകൾ ചെയ്യുന്നതിനും ഏത് വിധേനയും തന്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷത്തെ ഇവർ എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിലും വ്യാപാര വ്യവസായ മേഖലകളിലുമെല്ലാം, അതായത് ഇവർ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും മികച്ച വിജയം ഇവർക്ക് കൈവരും. ജന്മരാശിയിലെ വ്യാഴവും 8-ലെ രാഹുവും മാനസികമായ ഉത്കണ്ഠയ്ക്കും ഉറക്കക്കുറവിനും കാരണമായേക്കാം. യോഗയും പ്രാണായാമവും ശീലിക്കുന്നത് ഇതിൽ നിന്നും വലിയ ആശ്വാസം നൽകും. രാഹു നിമിത്തം ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അലർജിയോ അനുഭവപ്പെട്ടേക്കാം. അതിനാൽ തന്നെയും ഭക്ഷണക്രമത്തിൽ കൃത്യത പാലിക്കുക. ജൂണിന് ശേഷം വീട്ടിൽ കുട്ടികളുടെ ജനനമോ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളോ നടക്കാൻ സാധ്യതയുണ്ട്. പൂയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത് കുടുംബജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളാണ്. പൂയം നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത ബൃഹസ്പതിയാണ്. അതിനാൽ നിത്യവും ദേവതാ മന്ത്രമായ ഓം ബൃഹസ്പതയേ നമ എന്ന മന്ത്രം ചൊല്ലുന്നത് ജീവിതത്തിലെ ദോഷദുരിതങ്ങളെല്ലാം മാറി ഐശ്വര്യങ്ങൾ കടന്നു വരുന്നതിന് ഇടയാക്കുന്നതാണ്. ശനിയാഴ്ചയും പൂയവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. പൂയം നക്ഷത്രക്കാരുടെ രാശിദേവതയായ ദുർഗയുടെ സ്തോത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഇവർക്ക് ജീവിതത്തിലെ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങുന്നതിന് ഉത്തമമാണ്. കൂടാതെ പൂയം നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ ശനി ആയതിനാൽ ശനിദോഷങ്ങൾ നീങ്ങുന്നതിന് ശാസ്താവിനെ സ്മരിക്കുന്നതോ വർഷത്തിലൊരിക്കൽ ശബരിമല ദർശനം നടത്തുന്നതോ അതിനും സാധിച്ചില്ലെങ്കിൽ ഹനുമാൻ ഗണപതി ദേവതാ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. പൂയം നക്ഷത്രക്കാർക്ക് 2026 എന്നത് പക്വതയോടെ കാര്യങ്ങൾ നീക്കിയാൽ വലിയ ഉയർച്ചകൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ക്ഷമയും കൃത്യമായ പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നിങ്ങൾ വിജയമാക്കി മാറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.